മോനെ, ഈ തീറ്റ കൊതിയന്മാരായ മനുഷ്യന്മാർക്ക് സ്വന്തം ശരീരത്തെ കൊണ്ടുതന്നെ എങ്ങനെയൊക്കെ നരകിക്കാന്ന് നോക്ക്. ഇത് വെറും ഒരു കണക്കല്ല. ഇവന്മാരുടെ ആർത്തിയുടെയും വിഡ്ഢിത്തത്തിന്റെയും ഒരു പൂര പറമ്പ. ഓരോരുത്തൻ തിന്നു തീറ്റിച്ച് ഒരു 450 കിലോക്കെ ആയിട്ടെന്ന് വെക്കുക. ആ അവസ്ഥയില് അവന്റെ സ്വന്തം കൊഴുപ്പും മാംസവും ഒരു ഭാരം പോലെ അവന്റെ ഉള്ളിലുള്ള അവയവങ്ങളെ ഞെക്കി പൊട്ടിക്കാൻ തുടങ്ങും. അവന്റെ കരളും കുടലും പോലുള്ള കോപ്പുകളൊക്കെ ഞെരിഞ്ഞമരും. ഹാമോ, അവന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്താവും. തീറ്റി കാരണം വീർത്ത ശരീരം ആ തീറ്റയെ തന്നെ തടയുന്നു. എന്തൊരു നാശം പിടിച്ച കാവ്യനീതി. പക്ഷേ ഈ കോപ്രായം കഴിഞ്ഞും അവൻ വീണ്ടും തിന്നുതീറ്റിച്ച് വീഴ്ത്താലോ. അപ്പോ അവനൊന്നും വളർന്നു കിടക്കാൻ ശ്രമിച്ചാൽ മതി. സ്വന്തം ശരീരത്തിന്റെ ഭാരം തന്നെ അവന്റെ ശ്വാസകോശത്തെ അമർത്തി പരത്തും. പിന്നെ ശ്വാസം കിട്ടാതെ മീൻ കരക്കി പിടിച്ചിട്ട പോലെ കിടന്ന് പിടക്കേണ്ടി വരും. എന്നാ ഇവിടാണ് മോനെ തമാശ. കണക്ക് നോക്കിയാ മനുഷ്യന്റെ എല്ല് കോൺക്രീറ്റിനേക്കാൾ ബലമുള്ള ഒരു മയിലാണ്. എന്നാലും ഒരു 800 കിലോ ഭാരമൊക്കെ ആകുമ്പോണ്ടല്ലോ ആ ബലമൊക്കെ തീരും. അവന്റെ അസ്ഥികൂടം കടക്കെ എന്നൊരു ഒച്ചയോടെ സ്വന്തം ഭാരം താങ്ങാനാവാതെ തവിടുപൊടിയാകും. ചിന്തിച്ചു നോക്ക്, സ്വന്തം കൊഴുപ്പിന്റെ ഭാരം താങ്ങാൻ പറ്റാതെ സ്വന്തം എല്ല് പൊടിഞ്ഞു പോകുന്ന